blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്കും എല്ലാവർക്കും സ്വാഗതം. കർത്താവ് ഈ ആഴ്ചയിലെ ഓരോ ദിവസവും ഈ എപ്പിസോഡുകളിലൂടെ ഓരോരുത്തരെയും നന്മകളാലും കൃപകളാലും സൗഖ്യത്താലും അത്ഭുതങ്ങളാലും നിറയ്ക്കട്ടെ എന്ന് ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് പോലെ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസർക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് USA നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ഭർത്താവിന് വേണ്ടി വളരെ പ്രത്യേകമായി ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ കർത്താവിന് വലിയ മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാരക്ടറിൽ മാറ്റം ഉണ്ടാകട്ടെ. കർത്താവെ, ഭാര്യയ്ക്ക് കൂടുതൽ സ്നേഹവും കരുതലും ലഭിക്കുവാൻ അങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സമാധാന നിർഭരമായ ഒരു കുടുംബജീവിതം നൽകി എല്ലാ മേഖലകളിലും കർത്താവെ അങ്ങ് അനുഗ്രഹവും ഐശ്വര്യവും കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. വളരെ നല്ല ഒരു ഭാവി നൽകി ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സൗദി അറേബ്യയിൽ നിന്നും നീതു മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലഭിച്ച ജോലിക്ക് വേണ്ടി ആ മകളോട് ചേർന്ന് ഞങ്ങളെല്ലാവരും അങ്ങയ്ക്ക് നന്ദി കരയറ്റുന്നു. അതുപോലെ കർത്താവെ, നല്ലൊരു ജീവിത പങ്കാളിയെ കർത്താവ് നൽകി ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ജോലിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ബ്രദർ ഈസസിൻ്റെ പേര് പുഷ്പ എന്നാണ്. താൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. 3 കാര്യങ്ങളിലാണ് യേശു കർത്താവ് തനിക്ക് സൗഖ്യം നൽകിയത്. അതിൽ ഒന്നാമത്തേത് തനിക്ക് തൈറോയിഡിൻ്റെ അസുഖമുണ്ടായിരുന്നു. ഏകദേശം 2 വർഷത്തോളം തനിക്ക് ആ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഡോക്ടറുടെ അടുക്കൽ ചെന്നപ്പോൾ പറഞ്ഞത് ഈ തൊണ്ടയ്ക്കകത്ത് 2 ഗ്രാന്യൂൾസ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയാൻ തനിക്ക് ഭക്ഷണം ശരിക്ക് കഴിക്കാൻ പറ്റത്തില്ല. സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഉമിനീര് പോലും തനിക്ക് ഇറക്കാൻ പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്ക് തൊണ്ടയിൽ തടസ്സമുണ്ടായിരുന്നു. സിസ്റ്റർ ചെയ്തതാണ്, ഏപ്രിൽ മാസം 16-ാം തീയതി തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ച് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടന്നിരുന്നു. ഈ വർഷം കഴിഞ്ഞ ഏപ്രിലിൽ. അപ്പോൾ സിസ്റ്റർ അവിടെ വന്നിട്ട് അന്നൊരു മൈ പ്രേ ഡയറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രാർത്ഥന ഡയറി എന്ന് പറയുന്ന പുസ്തകം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ ചെയ്തത്, ഇതിന് തൊട്ടുപുറകിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതുവാനുള്ള പേജസ് ഉണ്ട്. അതിൽ ഈ രോഗവിവരങ്ങളെല്ലാം പറഞ്ഞ് എഴുതിയിരുന്നു. എനിക്കിങ്ങനെ തൈറോയിഡിന്റെ അസുഖമുണ്ട്, കർത്താവ് എന്നെ സൗഖ്യമാക്കണമെന്നൊക്കെ പറഞ്ഞ് എഴുതി. പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതാനുള്ള സ്ഥലത്ത് രോഗവിവരം എഴുതി വെച്ചു. അപ്പോൾ അവിടെ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം എങ്ങനെയാണ് ഒരാൾ സൗഖ്യമാകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അതേ വഴിയിലൂടെ നമുക്കും പോകാൻ കഴിയും. ആ സഹോദരി ചെയ്തത്, ഈ പ്രാർത്ഥനാ ഡയറിയിലെ അവസാനത്തെ പേജുകളിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ, എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആ ഭാഗത്ത് എഴുതി വെച്ചു. അതിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതുകൂടാതെ ഈ കഴിഞ്ഞ ജൂണിൽ താൻ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഇപ്രകാരം ചില പ്രത്യേക വാക്കുകൾ, പരിശുദ്ധാത്മനിലെ വാക്കുകൾ, അതിങ്ങനെയാണ് പറഞ്ഞത്: തൈറോയിഡുള്ള സ്കാൻ ചെയ്യാതെ ഡോക്ടറെ കാണിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയെ
യേശു കാണുന്നുണ്ട്, തന്നെ ആ വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ. ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്റർ തനിക്കൊരു ശരീരത്തിൽ എന്തോ ഒരു ദൈവത്തിന്റെ ഒന്ന് പ്രവർത്തിക്കുന്ന മാതിരി തോന്നി. അതിനുശേഷം പിന്നെ ഈ സിസ്റ്റർ ഡോക്ടർ അടുക്കലോ എങ്ങും പോകാൻ നിന്നിട്ടില്ല. പക്ഷെ അത് മുഖാന്തരം ഉണ്ടായിരുന്ന ഭക്ഷണം ഇറക്കാൻ പറ്റാത്ത അവസ്ഥ, ഉമിനീരിറക്കാൻ പറ്റാത്ത അവസ്ഥ യേശു കർത്താവ് എടുത്തു മാറ്റി. എന്ന് വെച്ചാൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒന്നുമില്ല. നല്ല രീതിയിൽ താൻ ഭക്ഷണം കഴിക്കുന്നു, താൻ ഉമിനീരിറക്കുന്നു. ഈ സാക്ഷ്യം എഴുതുമ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്ററെ ഞാൻ ഇത്തിരി വെള്ളം തട്ടെ കുടി. അതെന്താ ബ്രദർ അങ്ങനെ ചോദിക്കുന്നേ? ഞാൻ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ സ്റ്റേജിൽ കയറ്റി വെള്ളം കുടിപ്പിക്കുന്നത് സത്യമാണോ ഇല്ലെന്ന് അറിയേണ്ടതിന്. ഇല്ല, എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് സിസ്റ്റർ പറഞ്ഞു. രണ്ടാമത്തേതെന്ന് പറയുന്നത് തൻ്റെ ഇടത്തെ കൈക്ക് ഏകദേശം 15 ദിവസത്തോളമായിട്ടൊരു വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, തനിക്ക് കൈ പൊക്കുവാനോ കുത്തി വലിക്കുന്ന, അതായത് ഈ വിരലിന്റെ അറ്റം മുതൽ ഷോൾഡർ വരെ, ഇടത്തെ ഷോൾഡർ മുതൽ, ഇടത്തെ കൈക്കാണ് ഈ ഇവിടം തുടങ്ങി ഇങ്ങനെ അറ്റത്തോട്ട് കുത്തി വലിക്കുന്ന മാതിരി അത്രയും ഫുൾ വേദനയായിരുന്നു. ഇതെങ്ങനെ തുടങ്ങിയ വേദനയാണെന്ന് അറിയാമോ? അത് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ വേദന ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചത്? എന്നിട്ട് ഈ വേദനയുമായി താൻ വല്ലാതെ ബുദ്ധിമുട്ടിയായിരുന്നു, കുത്തി വലിക്കുന്ന മാതിരി വേദനയായിരുന്നു. ഇന്നലെ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇന്നലെ വെള്ളിയാഴ്ച, അതെ, അപ്പോ എന്ത് വേദന മനുഷ്യൻ ശരീരത്തിൽ അനുഭവിക്കുന്ന എന്ത് വേദനയായാലും യേശു കർത്താവ് സൗഖ്യമാക്കുന്നു പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, കർത്താവ് എനിക്ക് നാളെ പാലക്കാട് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, എനിക്കവിടെ വന്നെ ഈ കൈയുടെ വേദന വെച്ച് ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. പറഞ്ഞത് ഇതാണ്, ആ സമയത്ത് പ്രത്യേകിച്ച് ഒരു അനുഭവം ഉണ്ടായില്ല. പക്ഷേ ഏകദേശം വൈകുന്നേരത്തോട് അടുക്കുമ്പോൾ താൻ അനുഭവിച്ചിരുന്ന വേദന അവിടെ ഇല്ല. യേശു കർത്താവ് പൂർണ്ണമായി തൻ്റെ 15 ദിവസമായി അനുഭവിക്കുന്ന കുത്തി വലിക്കുന്ന വേദന അതും യേശു കർത്താവ് എടുത്തു മാറ്റി. ഇന്നലത്തെ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം കണ്ട എത്ര പേരുണ്ട്? ഇന്നലെ വെള്ളിയാഴ്ചത്തെ പ്രോഗ്രാം, ആ പ്രോഗ്രാമിലാണ് ഈ സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കിയത്. ഓക്കെ. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ തനിക്ക് ഉറക്കമില്ലായിരുന്നു. ഈ തൈറോയിഡിന്റെ അസുഖം വന്നാൽ അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്ത് തന്നെയാലും തനിക്ക് രാത്രിയിൽ ഉറക്കമില്ല, വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഏപ്രിൽ മാസം തൃശ്ശൂരിൽ നടന്ന മീറ്റിംഗിൽ സിസ്റ്റർ വന്നു. അന്ന് അവിടെ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെ, ഞാൻ അന്ന് ആദ്യമായിട്ടാണ് അവിടെ മീറ്റിങ്ങിന് വരുന്നത്, ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് വരുന്നത് ആദ്യമായിട്ടാണ്. ഏപ്രിൽ 16 അവിടെ ഇതുപോലൊരു മീറ്റിംഗിൽ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ അന്ന് സിസ്റ്റർ പറഞ്ഞു, അന്നത്തെ ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നീട് എനിക്ക് ഉറക്കമില്ലായ്മ വന്നിട്ടില്ല. ഇപ്പോൾ ഈ ഇന്നലെ രാത്രി വരെയും താൻ വളരെയധികം സമാധാനത്തിൽ കിടന്നുറങ്ങി, ഒരു പ്രശ്നവുമില്ലാതെ സന്തോഷത്തോടെ കിടന്നുറങ്ങി എന്നാ പറയുന്നത്. മൂന്ന് കാര്യങ്ങൾ. 2 വർഷമുണ്ടായ തൈറോയ്ഡ് യേശു എടുത്തു മാറ്റി, 15 ദിവസം താൻ അനുഭവിച്ച തൻ്റെ ഇടത്തെ ഷോൾഡർ പെയിൻ എടുത്തു മാറ്റി, അനേകം നാളുകളായിട്ടുള്ള ഉറക്കമില്ലായ്മ ദൈവം എടുത്തു മാറ്റി. എത്ര പേർ കൈകൾ അടിച്ച യേശുവിന് നന്ദി പറയും? ഇതെല്ലാം കൂടി കേട്ടിട്ട് എൻ്റെ വിശ്വാസവും കൂടിയതുപോലെ എനിക്ക് തോന്നുന്നു. വേറൊരു കാര്യം കൂടി സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ പ്രാർത്ഥന ഡയറി അന്ന് വാങ്ങിച്ചിട്ട് ഏപ്രിൽ മാസം 16-ാം തീയതി, കഴിഞ്ഞ ഏപ്രിൽ 16-ാം തീയതി വാങ്ങിച്ചിട്ട് അതിൽ പുറകിൽ എഴുതി വെച്ചിട്ട് രാവിലെയും വൈകിട്ടും ഇതിന് പിടിച്ചു. അതെങ്ങനെ തന്നെ പറഞ്ഞു, ഇങ്ങനെ രാവിലെയും വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പറഞ്ഞു. ഈ വിഷയം എഴുതി വെച്ചിട്ട്. ശരിയാണോ സിസ്റ്ററെ? ഇത് എഴുതി വെച്ചിട്ട് എന്താ ചെയ്യുന്നത്? ഇത് എഴുതി വെച്ചിട്ട് ഈ വിഷയം മാത്രമാണ്, പല വിഷയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ പല വിഷയവും എഴുതാറുണ്ട്. അതിലെഴുതാറുണ്ട്. എന്നിട്ട് എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? രാവിലെ വൈകിട്ട് എടുത്തിട്ട് കിടക്കണതിന് മുമ്പ് പ്രാർത്ഥിക്കും, കാലത്ത് എണീറ്റിട്ട് ഇതെല്ലാം പ്രാർത്ഥിക്കും. നോക്കൂ, കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ആദ്യമായിട്ട് ഇതുപോലൊരു പ്രാർത്ഥനയിൽ വന്നത്. പക്ഷേ ഇതിനകം എത്രയോ അനുഗ്രഹങ്ങൾ ആ സഹോദരിയെ കർത്താവ് കൊടുത്തു. കർത്താവെ, ഈ സഹോദരിയെ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സകല അനുഗ്രഹങ്ങളാലും ഇപ്പോൾ കർത്താവെ നിൻ്റെ മകളെ നിറയ്ക്കുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ കൂടുതൽ ഇവളെ ഉപയോഗിക്കണമേ. ഇനി അയൽപക്കക്കാർക്കും അറിയാവുന്ന എല്ലാവർക്കും വിടുതലുകൾ ലഭിക്കട്ടെ. കർത്താവെ, നീ അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദർ, ഈ മകളുടെ പേര് സുനിത എന്നാണ്. സുനിത. ഈ മകൾ പറഞ്ഞത് ഇങ്ങനെയാണ്, തനിക്ക് 2 വർഷത്തോളമായിട്ട് ഗ്യാസ് ട്രബിളിൻ്റെ വയറിനകത്ത് വല്ലാതെ പ്രശ്നമെല്ലാം വന്നിട്ട് ഗ്യാസ് ട്രബിളിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. തനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. കഴിച്ചാൽ തന്നെയും തുടർച്ചയായി ഛർദിൽ വരുമായിരുന്നു. ഛർദിക്കുമായിരുന്നു. മാത്രമല്ല വയറ് വന്ന് വീർക്കുമായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ തന്നെയും അങ്ങനെയെല്ലാം വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം 2 വർഷത്തോളം ഇങ്ങനെ പ്രശ്നമുണ്ടായിരുന്നു. ഡോക്ടറെ കണ്ട് മരുന്നുകൾ കഴിച്ചിരുന്നു, പക്ഷേ കുറവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കുഞ്ഞ് നമ്മളുടെ ബ്ലെസ്സിംഗ് ടുഡേ എന്ന് പറയുന്ന പ്രാർത്ഥനാ പ്രോഗ്രാം കാണുന്ന ഒരു കുഞ്ഞാണ്. അങ്ങനെ ഇരിക്കെ 2013 ഈ വർഷം തന്നെയും താൻ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ
ഏത് ദിവസം തീയതി ഓർക്കുന്നില്ല. അപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒത്തിരി രോഗത്തിന് വേണ്ടി ബ്രദർ പ്രാർത്ഥിച്ചു. അതിനിടയിൽ ഇപ്രകാരം പറഞ്ഞു, വയറിനകത്ത് പ്രശ്നം മുഖാന്തരം ഗ്യാസ് ട്രബിളിലെ പ്രശ്നമുള്ള വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഈ മകൾ ഇത് എനിക്ക് തന്നെയാണെന്ന് വിശ്വസിക്കുകയും ആ സമയത്ത് തൻ്റെ ശരീരത്തെല്ലാം ഒരു തരിച്ച് ഇറങ്ങുന്ന മാതിരി തോന്നി. അങ്ങനെ ആ ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ 2 വർഷത്തോളം ഉണ്ടായിരുന്ന ഈ വയറിൻ്റെ ഗ്യാസ് ട്രബിളും അതിനെ തുടർന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം ഉള്ള പ്രശ്നങ്ങളും ഛർദിലും എല്ലാം കർത്താവ് പൂർണ്ണമായി എടുത്തു മാറ്റി. ജൂൺ മാസത്തിലാണ് ഈ രോഗസൗഖ്യം സംഭവിച്ചത്. ഇപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 2 മാസമായി പൂർണ്ണമായും തന്നെ അതിൽ നിന്ന് വിടുവിച്ചു. പൂർണ്ണമായും യേശു കർത്താവ് സൗഖ്യമാക്കിയ സാക്ഷ്യമാണ് ഇന്ന് ഈ പാലക്കാട് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ മകളുടെ സാക്ഷ്യം പറയുന്നത്. കൈകൾ തട്ടി യേശുവിന് നന്ദി പറയാം. ആ സമയത്തുണ്ടായ അനുഭവം ഒന്ന് പറയാമോ? ആ പ്രോഗ്രാം കണ്ട സമയത്ത് പരിപാടി കണ്ടപ്പോൾ എനിക്ക് കൈ ഒരു തരിപ്പാണ് തോന്നിയത്. അതിനുശേഷം ആ പ്രയാസം ഉണ്ടായിട്ട് പൂർണ്ണമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. കർത്താവേ, ഈ മകളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുത്ത ഈ വിടുതലിനായി നന്ദി പറയുന്നു. ലജ്ജ കൂടാതെ ഈ സാക്ഷ്യം ഇവിടെ പറഞ്ഞത് നിമിത്തം ഇവൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അതോട് ചേർന്ന് കർത്താവേ, ഈ സാക്ഷ്യം കാണുന്ന സകലർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആവശ്യമുള്ള വിടുതലുകളും സൗഖ്യവും ഈ നിമിഷം തന്നെ വന്നു ചേരട്ടെ. കർത്താവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. യേശു വന്നതിൻ്റെ ഉദ്ദേശം യേശു കർത്താവ് തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: കാണാതെ പോയതിനെ തെരഞ്ഞ് രക്ഷിക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. കാണാതെ പോയ ആടുകളെ പോലെ റോമാലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: നാം എല്ലാവരും, ഒരാൾക്ക് പോലും അതിൽ മാറ്റമില്ല, നാം എല്ലാവരും വഴിതെറ്റിയ ആടുകളെ പോലെ അലഞ്ഞു തിരിഞ്ഞവരാണ്, ദൈവത്തിൽ നിന്നും മാറിപ്പോയവരാണ്, ചിതറിയവരാണ്. എത്ര നല്ലവനാണെന്ന് പറഞ്ഞാലും നല്ലവളാണെന്ന് പറഞ്ഞാലും ദൈവത്തിൽ നിന്നും മാറിപ്പോയവരാണ് മനുഷ്യകുലം മുഴുവൻ. യേശുവിൻ്റെ ഉദ്ദേശം ആലവിട്ട് ഓടിയ ആടുകളെ തിരിച്ച് ഇടയനിലേക്ക്, സ്രഷ്ടാവിലേക്ക്, ദൈവത്തിലേക്ക്, ചീഫ് ഷെപ്പേർഡിലേക്ക് കൊണ്ടുവരിക. അതാണ് യേശു കർത്താവിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശു അവിടെ പറയുന്നത്, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. അതിനുശേഷം യേശു പറയുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ്റെ പ്രത്യേകത അവിടെ പറയുന്നുണ്ട്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ സ്വന്തം ജീവൻ നൽകുന്നു. ആടുകളെ നല്ല ഇടയൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോയി മേച്ചിൽ പുറങ്ങളിലേക്ക് കൊണ്ടുപോയ ശേഷം തിരികെ ആ ആട്ടിൻ തൊഴുത്തിലേക്ക് അവയെ മടക്കി വരുത്തുകയും ചെയ്യുന്നു. അതിനുശേഷം യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ കൈവിടുകയില്ല, ആർക്കും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കാൻ സാധിക്കുകയുമില്ല. തുടർന്ന് യേശു പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ! എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ആടുകൾക്ക് ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിയും എന്നാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ യേശു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം വിവിധ രീതിയിലുള്ള കർത്താവിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ അവൻ പറഞ്ഞ ശേഷം യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് വിവാഹം ചെയ്ത് ഭാര്യയും മക്കളുമായി കുടുംബസ്ഥനായി തലമുറകളായി അങ്ങനെ ജീവിക്കുകയല്ല ചെയ്തത്. യേശു എന്താ ചെയ്തത്? 33.5 വയസ്സുള്ള സമയത്ത് അന്നത്തെ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ശിക്ഷാവിധി ആയിരുന്ന ക്രൂശ് മരണത്തിന് യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. വളരെ ശ്രദ്ധിക്കണം. വാളുകൊണ്ട് കഴുത്തറുത്ത് കൊല്ലുന്ന ഒന്നായിരുന്നെങ്കിൽ ഇത്രയും ക്രൂരമല്ല. മണിക്കൂറുകൾ ആണികളിൽ തൂങ്ങിക്കിടന്ന് രക്തം മുഴുവൻ ധാരധാരയായി പുറത്തേക്ക് ഒഴുകി ശ്വസിക്കുവാൻ കഴിയാതെ അസ്ഥികളിലെ ബന്ധമെല്ലാം വിട്ടുപോകുന്ന അതിക്രൂരമായ ഒരു മരണത്തിലൂടെയാണ് യേശു പോയത്. ഹല്ലേലൂയ! കൈകൾ വീശി ഹല്ലേലൂയ പറയാമോ? ഇതെല്ലാം
പശ്ചാത്തലത്തിൽ കിടക്കുമ്പോൾ ഈ ഭാഗത്ത് പൗലോസ് അപ്പസ്തോലൻ പറയുന്നത്, എന്നാൽ ഞാൻ എൻ്റെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കുവാൻ ഇടവരരുത്. അതിനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം യേശു ക്രൂശിക്കപ്പെട്ടു, യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. അതിൻ്റെ ശരിയായ റിസൾട്ട് നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഇതുപോലെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ. കുരിശിൽ യേശു മരിച്ചത് ചുമ്മാ നിസ്സഹായനായി മരിക്കുകയല്ലായിരുന്നു. പലരും ഇങ്ങനെ പറയാറുണ്ട്, ക്രിസ്ത്യാനികളെ ഓർത്തിട്ട് ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരുടെ ദൈവത്തെ എല്ലാവരും കൂടെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് ഒത്തിരി പേർക്ക് യേശുവിനോട് സഹതാപമുണ്ട്. ഇങ്ങനൊരു ദാരുണമായ നല്ല പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട്, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിട്ട്, മരിച്ചവരെ വരെ ഉയർപ്പിച്ചിട്ട് അവസാനം ഇങ്ങനൊരു ഗതികേട് വന്നല്ലോ എന്ന് ഒത്തിരി പേർക്ക് സങ്കടമുണ്ട്. അന്നും യേശുവിനെ ക്രൂശിക്കപ്പെട്ട് അവിടെ കിടക്കുന്ന സമയത്ത് ചില ആളുകൾ വെല്ലുവിളിച്ച് ചോദിച്ചത്, ദേവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയാം എന്ന് വീമ്പിളക്കിയവനല്ലേ, നീ ഇപ്പം തന്നെത്താനൊന്ന് രക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങി വാ, കഴിവുണ്ടോ എന്ന് നോക്കട്ടെ. സ്വയം രക്ഷിക്കാൻ പോലും കഴിവില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഒരു വലിയ ദേവാലയം പൊളിച്ചിട്ടാൽ 3 ദിവസം കൊണ്ട് അതിനെ പണിത് ഉയർത്താൻ കഴിയും? അതായിരുന്നു അവരുടെ സംശയം. അതുകൂടാതെ യേശു ക്രൂശിൽ കിടക്കുമ്പോൾ പോകുന്നവരൊക്കെ തല കുലുക്കിക്കൊണ്ട് ഇപ്പോൾ എന്തായി എന്ന് പറഞ്ഞുകൊണ്ട് പലരും പരിഹസിച്ചുകൊണ്ട് പോയി. ചിലർ കല്ലെറിഞ്ഞു, ചിലർ തുപ്പി. കാരണം അവർക്കൊന്നും ഇതിൻ്റെ പൊരുൾ മനസ്സിലായില്ല. അതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ മനുഷ്യരുടെ പാപപരിഹാരത്തിന് വേണ്ടി ആടുകളെ ബലി കഴിപ്പിക്കുന്ന, മൃഗങ്ങളെ ബലി കഴിപ്പിക്കുന്ന രീതി യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ യേശു വന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടാണ്. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. കൊലോസ്യ ലേഖനം 2:14-15 കുറിച്ച് വയ്ക്കുക, പിന്നീട് നിങ്ങൾ വായിച്ചാലും മതി. 2 കാര്യങ്ങൾ ചെയ്തതായിട്ട് അവിടെ കാണുന്നത്. ഒന്ന്, ഹി ഫുൾഫിൽഡ് ദ ലോ ആൻഡ് നെയിൽഡ് ഇറ്റ് ടു ദ ക്രോസ് ആൻഡ് സെറ്റ് us ഫ്രീ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, യേശു കർത്താവ് ക്രൂശിൽ തറയ്ക്കപ്പെട്ട സമയത്ത് പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തെ മുഴുവൻ യേശു നിവർത്തിച്ച ശേഷം, അതിലെന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്ത് പൂർത്തിയാക്കിയ ശേഷം ആ ന്യായപ്രമാണത്തിൻ്റെ എഴുത്തുകളെ, നമുക്ക് പ്രതികൂലമായിരുന്ന കൈയെഴുത്തുകളെ ക്രൂശിൽ അവൻ തറച്ച് നമ്മുടെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നമ്മെ സ്വതന്ത്രമാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ, ഞാനതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം നിങ്ങളോട് പറയാം. ലോകത്തിൽ ആദ്യം തന്നെ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ച സമയത്ത് ആദമിനെ സൃഷ്ടിച്ചു, അതിനുശേഷം ഹവ്വയെ സൃഷ്ടിച്ചു. അങ്ങനെ ഏദൻ തോട്ടത്തിൽ അവരെ ആക്കിയ സമയത്ത് ബൈബിൾ പറയുന്നവർക്ക് ആകെ ഉണ്ടായിരുന്നത് ഒറ്റ കൽപ്പനയാണ്. എന്തായിരുന്നു? തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്. ഒറ്റ കൽപ്പന മാത്രമേ അവിടെ പ്രധാനമായും ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ ആ ഒരൊറ്റ കൽപ്പന അവർക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്തു. അതോടുകൂടെ നമുക്കറിയാം, പാപവും ദുഃഖവും രോഗവും മരണവും ശാപവും ഇന്ന് കാണുന്ന സകലവും ഈ ഭൂമിയിലേക്ക് അനുസരണക്കേടിലൂടെ, പാപത്തിലൂടെ പ്രവേശിച്ചു. അതിനുശേഷം പിന്നീട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, സീനായ് മലയുടെ മുകളിൽ മോശെ കയറി ചെന്ന സമയത്ത് 10 കൽപ്പനകൾ ദൈവം കൊടുത്തു. എല്ലാവരും പറഞ്ഞ 10 കൽപ്പനകൾ. 10 കൽപ്പനകൾ കാണാതെ അറിയാവുന്ന പലരും ഇവിടെ ഇരിപ്പുണ്ട്. 10 കൽപ്പനകൾ ലഭിച്ചു. പക്ഷെ ഈ കാണാതെ ഈ 10 കൽപ്പനകൾ പഠിച്ച് ഉരുവിടുന്നതിലല്ല കാര്യമിരിക്കുന്നത്, അതനുസരിക്കുന്നുണ്ടോ എന്നതിലാണ്. അതിൽ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞ് 1, 2, 3, 4 താഴേക്ക് വന്ന
10 കൽപ്പനകൾ ദൈവം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കൽപ്പനകൾ പ്രമാണിക്കണം. സംഭവിച്ചെന്തെന്നറിയാമോ? അത് ആർക്കാണോ കിട്ടിയത് ആ ആള് വരെ അത് ലംഘിച്ചു. ഉദാഹരണത്തിന് മോശയ്ക്കല്ലേ അത് കിട്ടിയത്? മോശ തന്നെ കൊലപാതകം ചെയ്തവനാണ്. മോശ തന്നെ പലതിലും തെറ്റുവരുത്തിയവനാണ്. അതുകൂടാതെ അന്ന് മുതൽ ഇങ്ങോട്ട് അനേകർ ഈ ആരും തന്നെ 10 കൽപ്പനകൾ പൂർണ്ണമായും അനുസരിച്ചവരായിട്ടില്ല. അതവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ അതിനുശേഷം വീണ്ടും അതിൻ്റെ സബ് ഡിവിഷൻസായി ഒത്തിരി കൽപ്പനകൾ ദൈവം കൊടുത്തു. അങ്ങനെ ഏകദേശം 613 കൽപ്പനകൾ അതിനുശേഷം നിലവിൽ വന്നു. എവിടെ നിന്നാണ് തുടങ്ങിയത്? ഒരു കൽപ്പനയാണ് ആദ്യം കൊടുത്തത്, അത് പാലിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എത്രണ്ണം കിട്ടി? 10 കിട്ടി. അതും പാലിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എത്രണ്ണം കിട്ടി? 613 കൽപ്പനകൾ. ഇതെല്ലാം കൂടി ചേർന്നുള്ള ഒരു വലിയ സംഖ്യ, ഒരു വലിയ കൽപ്പനകളുടെ ഒരു വലിയ കൂട്ടം, അതാണ് ന്യായപ്രമാണത്തിൽ നമ്മൾ കാണുന്നത്. യേശു ചെയ്തത് എന്താണെന്നറിയാമോ? ക്രൂശിൽ അവർ കയറിയ സമയത്ത് ഒരു കാര്യം കൂടി ചെയ്തു. ഈ 10 കൽപ്പനയും അല്ലാത്ത കൽപ്പനയും ചെറുതും വലുതും എല്ലാം കൂടെ എടുത്തിട്ട് അതിനെ മുഴുവൻ തൻ്റെ സ്വന്തം ജീവിതത്തിൽ നിവർത്തിച്ച ശേഷം അതിനെ കൂടെ തന്നോട് ചേർത്ത് ക്രൂശിൽ തറച്ചു, നമ്മുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതിൻ്റെ അർത്ഥം പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമുക്കാർക്കും ഈ ന്യായപ്രമാണം ബാധകമല്ല. ഇനി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നാം ബന്ധപ്പെടുന്നത് ഏറ്റവും ശക്തിമാനായ ഒരു വ്യക്തിത്വത്തോടാണ്. നമ്മുടെ മേൽ മനസ്സിലുള്ള കരുണയുള്ള ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവനിൽ നിന്നും പ്രാർത്ഥനയ്ക്കുള്ള മറുപടി നമുക്ക് വേണ്ടി പുറപ്പെടും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. മഞ്ഞപ്പിത്തം എന്ന രോഗനിമിത്തം വളരെ പ്രയാസപ്പെടുന്ന ചിലർ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്ഥികളിൽ പ്രയാസമുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. എല്ലാവിധ ക്യാൻസറുകളും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാനായി പ്രാർത്ഥിക്കുന്നു. ട്യൂമറുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹെർണിയ എന്ന രോഗം കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. കാലിൽ മന്ത് പോലെ നീര് വന്നിരിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആ രോഗം സൗഖ്യമാകട്ടെ. നീര് വറ്റിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. കഴുത്തിൻ്റെ തേയ്മാനം കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. അത് സംഭവിക്കട്ടെ. ആ തേയ്മാനം മൂലം ഒരു കൈ ഉയർത്താനോ ആ കൈ കൊണ്ട് ജോലി ചെയ്യുവാനോ കഴിയാത്തൊരു വ്യക്തി ഇപ്പോൾ തന്നെ ആ സൗഖ്യം നടക്കട്ടെ ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനം ഇല്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിനും അതുപോലെ പുകവലി, മയക്കുമരുന്ന്, ഇതിനൊക്കെ അടിമകളായ ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് ഒരു വലിയ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക. യേശുവിൻ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ശരീരം മുഴുവൻ പെയിനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു ജീസസിനെ. കരളിൻ്റെ രോഗങ്ങൾ, വൃക്കയുടെ തകരാറുകൾ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ, കർത്താവ് നീ അവരിലെ രോഗികളെ സൗഖ്യമാക്കി എന്ന വചനപ്രകാരം ഇപ്പോൾ എല്ലാവിധ രോഗങ്ങളും, ശക്തിയേറിയ വിട്ടുമാറാത്ത തലവേദനയും ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. അതുപോലെ സ്കിൻ അലർജികൾ, വിവിധ രീതിയിലുള്ള അലർജികൾ ഇപ്പോൾ സൗഖ്യമാകും. താങ്ക് യു ലോർഡ്. ദൈവിക വിടുതലിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ആഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് ഈ വെള്ളിയാഴ്ച അടിമാലിയിലാണ്, ശനിയാഴ്ച കട്ടപ്പനയിലാണ്. ഇടുക്കി ജില്ലയിലാണ് നടക്കുന്നതെങ്കിലും ഏത് ജില്ലയിൽ നിന്നും എത്ര അകലെയാണെങ്കിലും നിങ്ങൾക്ക് വരാം, അനുഗ്രഹം പ്രാപിക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തവർക്ക് ഒരിക്കൽ കൂടെ
പരിചയപ്പെടുത്തുന്നു. എൻ്റെ പ്രാർത്ഥനാ ഡയറി അനേകരുടെ പ്രാർത്ഥനാ ജീവിതത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലും അത് ലഭിക്കും. ആശിഷമാരി എന്നുള്ള ഈ പുസ്തകം അവൈലബിളാണ്. അതുപോലെ നിങ്ങൾ കേൾക്കുന്ന വചന സന്ദേശങ്ങൾ വളരെ കൃത്യമായി എഴുതി സൂക്ഷിക്കുവാൻ, വചന സന്ദേശങ്ങൾ എഴുതുവാൻ വേണ്ടി മാത്രമുള്ള സെർമൺ നോട്ട് കീപ്പർ അവൈലബിളാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുമ്പോഴും നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് എല്ലാവർക്കും നന്ദി. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. മാത്രമല്ല, നാളെ ഈ പ്രോഗ്രാം കാണുന്നതിന് മുൻപ് ഒരാളോടെങ്കിലും ഈ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിനെ കുറിച്ച് പറയണം. അവരും യേശുവിൻ്റെ അനുഗ്രഹങ്ങളാൽ നിറയട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: എത്തിയോപ്യ രാജ്ഞിയുടെ പേരെന്ത്? Who was the queen of Ethiopians? Options: A. Esther, B. Sheba, C. Kandaka, D. Vasti. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.